സമ്മതിക്കണം. അതാണ് സറണ്ടറിങ്, വോളണ്ടറിലി സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെന്റ്, സബ്മിഷൻ. ഏൽപ്പിച്ചു കൊടുക്കുക. സമ്മതിക്കുക, ഞാനൊരു പാപിയാണ്, തെറ്റ് പറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു പോയി. എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്റെ എഴുത്തിലൂടെ, എന്റെ വാക്കിലൂടെ ഒരുപാട് പേരെ ഞാൻ വേദനിപ്പിച്ചു. ഞാൻ ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്റെ മക്കളുടെ ഭാവി നോക്കാതെ, എന്റെ ഭാര്യയെ നോക്കാതെ ഞാൻ ഒരുപാട് പേരെ വേദനിപ്പിച്ചു. ഞാൻ എഴുതിയത് പലതും സത്യമല്ല. ഒരുപാട് കള്ളങ്ങൾ ഞാൻ എഴുതി. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി തെറ്റായ ഒരുപാട് വാക്കുകൾ ഞാൻ പറഞ്ഞു. എന്റെ ഭാര്യയുടെ മുമ്പിൽ എനിക്ക് താഴാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ സഭയുടെ മുമ്പിൽ എനിക്ക് താഴാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് സഭയിൽ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വിരോധമായി ഞാൻ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ വാർത്തകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പണം കിട്ടാൻ വേണ്ടി, എനിക്ക് ആദായം കിട്ടാൻ വേണ്ടി എന്റെ എതിരാളിക്ക് വിരോധമായി ഞാൻ വ്യാപാരത്തിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി. ഞാൻ ടെലഫോണിലൂടെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. നിന്ദകൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. സമ്മതിക്കൂ. ഹു ആർ യു? നീ ആരാണ്? മനുഷ്യന്റെ മുമ്പിൽ മാത്രമേ അഭിനയങ്ങൾ നടക്കൂ. എന്നാൽ സകലവും നന്നായി അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ അഭിനയങ്ങൾ പറ്റില്ല. മെഴുകുതിരി വെട്ടത്തിൽ വെളിപ്പെടുന്നതല്ല ടോർച്ചിൽ വെളിപ്പെടുന്നത്. ടോർച്ചിന്റെ വെട്ടത്തിൽ വെളിപ്പെടുന്നതല്ല പെട്രോൾ മാക്സിന്റെ വെട്ടത്തിൽ വെളിപ്പെടുന്നത്. പെട്രോൾ മാക്സിന്റെ വെട്ടത്തിൽ വെളിപ്പെടുന്നതല്ല ഇലക്ട്രിക് ലൈറ്റിൽ വെളിപ്പെടുന്നത്. ഓരോ പ്രകാശത്തിന്റെ വലിപ്പമനുസരിച്ച് വെളിപ്പെടലിന് വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ല. നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലാകാത്തത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പ്രകാശത്തിലാണ്. സ്നേഹിത, നിങ്ങൾക്ക് അവകാശപ്പെടാൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തരാം. പരിശുദ്ധാത്മാവിൽ രക്ഷയുടെ സന്തോഷം. അതെന്താ? പ്രാഗൽഭ്യം, എലിജിബിലിറ്റി. എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ടായിരുന്നു, പാപമുണ്ടായിരുന്നു. എന്നാൽ എന്റെ ദൈവം അത് ക്ഷമിച്ചു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? ഞാൻ എന്റെ ദൈവത്തോട് സത്യം പറഞ്ഞു. ഐ ആം ജേക്കബ്, ഞാൻ യാക്കോബാണ്. എന്റെ പിതാവിനോട് ഞാൻ നുണ പറഞ്ഞു. എന്റെ അനുജനോട് ഞാൻ നുണ പറഞ്ഞു. അനുഗ്രഹം കപടമായിട്ട് ഞാൻ നേടിയെടുത്തു. എന്റെ ജീവിതത്തിൽ അതെല്ലാം പരാജയമായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് ഞാൻ സമ്മതിക്കുന്നു, ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയം ഞാൻ വിട്ടുകൊടുക്കും. നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ആഗ്രഹമുണ്ട്. എത്ര വർഷങ്ങളായിട്ട് ദൈവം കാത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇഷ്ടവുമാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എങ്ങനെ? സമ്മതിക്കണം. സമ്മതിച്ചാൽ എന്റെ ദൈവം പ്രവർത്തിക്കും. ആർക്കും തടയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രോസ് എന്ന് പറഞ്ഞത്, പടകാഴത്തിലേക്ക് നിൽക്കുക, വലയിറക്ക. നാളെ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചതൊന്നും കിട്ടിയില്ല, അത് വിഷയമല്ല. ഇന്നലത്തെ പരാജയങ്ങളല്ല ഇന്നത്തെ വിജയത്തിന്റെ മുഖമുദ്രയായി എടുക്കേണ്ടത്. ഇന്നലെ ഇതേ കടലിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, അത് ശരിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ നീ എന്റെ വാക്കിന് വലയിറക്കാമെങ്കിൽ, യെസ്, പത്രോസ് അങ്ങനെ ചെയ്തു. എന്ത് സംഭവിച്ചു? വല കീറാറാകുവോളം പത്രോസിന് മീൻ കിട്ടി. ഇന്നലത്തെ പരാജയം ഓർത്ത് ഭാരപ്പെടാതെ, ഇന്നലത്തെ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടാതെ, ഇപ്പോൾ എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയമായി. വിട്ടുകൊടുക്ക്, ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് നിങ്ങൾ വേദനിച്ചു. 20 വർഷമായിട്ട് ആ നിന്ന് നിങ്ങൾ അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരാൾ നിങ്ങളെ കഠിനമായി ദ്രോഹിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന ഒരു മാറ്റമില്ലേ? ദൈവത്തിന്റെ മറുപടി, സമയമായി. ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയമായി. നമ്മെ തന്നെ ദിവ്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതാണ് യാബോക്ക് കടലിൽ വെച്ച് ദൂതൻ പറഞ്ഞ മറുപടി. ഇനി മുതൽ നീ സമ്മതിച്ചതുകൊണ്ട് ഇനി മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. അർത്ഥം ഗോഡ്സ്
പീപ്പിൾ, ദൈവത്തിന്റെ ജനം. ഇന്നലെ വരെ ആരുടെ ജനമായിരുന്നു? ആരുടെയൊക്കെയോ ജനമായിരുന്നു, ആരുടെയൊക്കെയോ അധീനതയിലായിരുന്നു, ആരെയൊക്കെയോ അനുസരിച്ചിരുന്നു, എന്തിനു വേണ്ടിയൊക്കെയോ ഓടി, എന്തൊക്കെയോ നേടി, ഒന്നും അർത്ഥമില്ലാത്തതായി, എല്ലാം അസ്വസ്ഥതകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നു, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇന്നു മുതൽ നിന്റെ പേരിന് വ്യത്യാസം വരാൻ പോവുകയാണ്. നീയാണ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വളരെ ശക്തമായി എന്റെ ശ്രോതാക്കളോട് ദൂത് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരായുസ് മുഴുവൻ, ഇതുവരെ ജീവിച്ചു വന്ന നാൾ മുഴുവൻ നേടിയതെല്ലാം പരാജയത്തിന്റെ വാക്കുകളായിരുന്നെങ്കിൽ, അതെല്ലാം തോൽവിയുടെ വാക്കുകളായിരുന്നെങ്കിൽ, എന്റെ ദൈവത്തിന് വിജയത്തിന്റെ ചില വാക്കുകൾ പറഞ്ഞു തരാനുണ്ട്. ഒരു പുതിയ വഴിയിലേക്ക് നടത്തുവാൻ ആഗ്രഹമുണ്ട്. അതിന് സമ്മതമാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പേര് മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. എല്ലാത്തിനും ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. ഒരു യൂണിക്നെസ്, ഒരു പുതുമ, ഒരു ന്യൂനെസ് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് സന്തോഷമാണോ? എങ്കിൽ ഏറ്റെടുക്ക്. ആ യാക്കോബിന്റെ തലമുറയെ കൊണ്ട് എന്റെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യിക്കാനുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. 12 ഗോത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാ, യാബോക്കിൽ നദിയിൽ വെച്ച്. എവിടെ ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ് എവിടെ സമർപ്പിച്ചോ, എവിടെ വെച്ച് തന്റെ പേര് വെളിപ്പെടുത്തിയോ, അവിടെ വെച്ച് ഇസ്രായേൽ ലോകത്തിന് വെളിപ്പെടുകയാണ്. ആ ഇസ്രായേൽ എന്ന പദം ലോക രാജ്യങ്ങൾ ഞെട്ടിയ പദമാണ്. 12 ഗോത്രത്തിന്റെ ചരിത്രം, യഹൂദ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. സ്നേഹിത, നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാമെങ്കിൽ, ദൈവത്തിന് വിട്ടുകൊടുക്കാമെങ്കിൽ, ഇന്നലെ വരെ ഉണ്ടാകാത്ത ഒരു ആത്മീയ ചരിത്രം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുവാൻ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരാത്മീയ പുതുമയുടെ ചരിത്രം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പായി നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടം ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? യേശു ക്രിസ്തുവിന്റെ അനുയായികളെന്നറിയപ്പെടുന്നവർ മുഖാന്തരം ലോകരാജ്യങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നത്. 10,000 അവിടെവിടെയായി ക്രിസ്തുവിന്റെ അനുയായികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർധനവ് ഭരണാധിപന്മാരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർധനവ് സംഘടനകളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർധനവ് രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ ഈ ഭയമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മതനിരോധന ബില്ലുകളും മതപരിവർത്തന നിരോധന ബില്ലുകളും ഒക്കെ ഇറങ്ങാൻ കാരണം. ഭയം. ഇങ്ങനെ പരിവർത്തിച്ചാൽ, ഇങ്ങനെ ജനം മാറിയാൽ നാളെയുടെ നീളകളിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ക്രിസ്തുവിന്റെ വചനത്തിന്റെ അധീനതയിലാകുമെന്ന് ഭരണാധിപർ ഭയപ്പെടുന്നു. ഒരിക്കൽ ഈജിപ്തിലെ ഫറവോനും ഇത് ഭയപ്പെട്ടിരുന്നു. 430 അടിമത്ത് നിൽക്കുന്ന ജനത്തിന്റെ വർധനവ് കണ്ട് അവരോട് ശക്തമായി എതിരിട്ട ഫറവോനെ പോലെ ഭരണാധിപന്മാർ തുടങ്ങിയ. എന്താ കാര്യം? യേശുവിന്റെ വചനത്തെ അടിച്ചമർത്താൻ കഴിയില്ല. സുവിശേഷ ദൗത്യത്തെ ഉടയ്ക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമാണ്. ആരെല്ലാം എതിർത്താലും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സൂര്യ നല്ല പിതാവേ, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനയുടെ സമയം ഞങ്ങൾ വിട്ടുതരിക. ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ചു തരിക. പരാജയമുണ്ട്, കുറവുകളുണ്ട്. നാഥ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടപെടണമേ. ഈ ശബ്ദം കേൾക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുറക്കും സഹായിക്കണം. അവർക്ക് വേണ്ടി വലിയ ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സമയവും വ്യക്തികളെയും ദൈവം ഇത് ഒരുക്കണമെന്നാണ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.